പീതാംബര, ഞാൻ വടക്കം ഭാഗത്ത് പിരിവെടുത്തതിന്റെ കണക്കെന്നെ ഏൽപ്പിച്ചിട്ടില്ലട്ടാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. അതെ ശരിയാ. പെങ്ങളെ, കുടിക്കാൻ ഇത്തിരി സംഭാരം എടുത്തോളൂ. എന്നാ ഇന്ന് സംഭാവനയായി കിട്ടിയ 8000 ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോകും. ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ. ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ. എന്റെ വീട് പണിയൊന്ന് തീരും. ഓടെ അവിടുന്ന്. അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച 2,42,000 കൂടെ ഇതുകൂടി ആകുമ്പോ 2,50,000. കറക്റ്റല്ലേ? കറക്റ്റല്ലേന്ന്? കറക്റ്റല്ലേ? ആ കറക്റ്റടാ പന്നിന്ന്. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പിരിവ്? പിന്നെ ഉഷാറല്ലേ? ഓ, ഇനിയിപ്പോ നേരെ ഷാപ്പിലേക്കായിരിക്കും. ഒരു കുപ്പിയോ? ആ, ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കി ഓക്കെ. ഒരു ഗ്ലാസാ? അച്ചേട്ടാ, അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണവും പണവും കാണുന്നില്ല. എല്ലാം പോയടാ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിധിച്ച സംഭാവനയും പണയം വെച്ച പണ്ടങ്ങളുവാ. ഇത് ആരോടൊക്കെ സമാധാനം പറയണം? ഈശ്വര, ഇതാരാ ഈ ചതി ചെയ്തത്? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പരം നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. അപ്പുവാ ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞതാ. വലിയ ചതിയായി പോയി. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകുന്നു ഞാൻ വിചാരിച്ചില്ല. അതെ, കൂടപ്പുറപ്പാണ് നോക്കണ്ട, ഇത് കേസാക്കണം. പിന്നെ പോലീസുകാർ തെളിയിച്ചോളും. നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു. തലേണയുടെ അടിയിലിരുന്ന് താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ. അല്ലെങ്കിൽ തന്നെ ഉത്സവ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരോടൊക്കെ ഇനി എന്ത് മറുപടി പറയാനാ? നിങ്ങൾ അണ്ണനും തമ്മിയും തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത 2,50,000 രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ അറിവിൽ അത്ര വലിയ കള്ളന്മാരൊന്നും ഈ നാട്ടിലില്ല. കാശടിച്ച് മാറ്റിയിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാന്നേ. അമ്പലത്തിലെ കാശെടുത്തും പലിശ കൊടുത്തോണം പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ വന്നപ്പോ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. യഥാർത്ഥ കള്ളം വേറെ ആരുമല്ല, ഇവൻ തന്നെയാ. ക്ഷമിക്കുന്നതിനൊരു അതിലൊക്കെ ഉണ്ട്. വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, കമ്മിറ്റിയാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യൂടാ? കട്ടുമുടിച്ചിട്ട് അഹങ്കാരം പറയാൻ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കും. അച്ചുവേട്ടനെ കുറിച്ച് ഇന്നേവരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കല്ലേ. നീയൊക്കെ നാട്ടുകാരെ കാശെടുത്ത് നക്കിയിട്ട് ഞങ്ങൾ പിന്നെ മിണ്ടായിരിക്കണോടാ. നിന്റെയൊക്കെ ചെപ്പയ്ക്കൊന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ. എന്റെ ഭാരത, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കേസൊന്നും മിണ്ടാതിരി. കാശെണ്ണി വെക്കാതെ ഈ പൊട്ടനെ ഈ കമ്മിറ്റി വിടുന്ന പ്രശ്നമില്ല. അത് ഭരതം പറഞ്ഞത് ശരിയാ. അതെ. അച്ചു ഇങ്ങനെ മിണ്ടായിരുന്നാൽ എങ്ങനാ? കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അച്ചു ഇതിന് സമാധാനം പറഞ്ഞു ഒക്കൂ. അച്ചുവിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമുള്ള കാശ. ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാർ കൊടുത്ത കാണിക്കയാ. അതേ തൊട്ട് കളിച്ചാ നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോവും. സത്യം പറ, നീ ആ കാശെടുത്ത് മറിച്ചതാണോ? ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ.
ജീവനുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം കാശ് തരാന്നാ അച്ചു പറഞ്ഞത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഉരുപ്പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ? അപ്പുനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചിക്കാ? പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞത്. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പുണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പും. ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போமா. கண்ணா, அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயா வணக்கம் ஐயா. என்ன முத்துச்சாமி, கோவில் ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா, வாங்கடா. போ போ. அக்கா, முத்துச்சாமி அழகா வாசிக்கிறேன். அண்ணா லட்டு. சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. அந்த கல்யாணத்துக்கு நீ எதுக்கடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு, மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை இவங்க எனிமி அப்பு. முடிங்கடா. അമ്മാതി, ഇനി അവനെ പിടി. ചിത്തപ്പ എന്ത് പൂരം കാണാൻ നിക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. അയ്യോ വിടടാ, ഓന്തിടാ എല്ലാരും.
അപ്പു ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളാരോടും പൊള്ളാച്ചി അപ്പു എന്ന് ചോദിച്ചാ മതി, അപ്പ അണ്ണനെ കാണിച്ചു തരും. அந்த பொள்ளாச்சி அப்புன பாத்திருக்க? ஏண்டா கண்ணு தெரியாதா? பக்கத்து பாடா. അപ്പോണാ വണക്കോണാ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് നടക്ക്. നടക്കങ്ങട്. കേറ്. നീ ഇതിലിരുന്നാ മതി, ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല. പാടാ പട്ടിന്നാ ദേ കൊരച്ചു. കൊരയ്ക്കും പട്ടി കടിച്ചു പറിക്കുമെന്നാണ് പ്രണാമം. ഐശ്വര്യമുള്ള പല്ല്. പൂനെ അന്വേഷിച്ച് വന്നതാ അല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴിൽ സംസാരിച്ചത്. മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പു ഞാനും തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ആണോ? ലീലാമണി ചേച്ചിന്ന് തികച്ചും വിളിക്കില്ല. അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. പരമ കഷ്ടം. ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോരും, ഇല്ലെങ്കിൽ തല്ലും കൂടി വാങ്ങും. മാമാ മുടിയോ? മാമാ സീക്കിരം മുടിയോ? ടാറ്റാ. ഇറങ്ങി വന്നി. എന്താണ് ഇതെന്താണിത്? ഇത് തമിഴാണല്ല. തമിഴാണാ? ഇങ്ങെടുക്ക്. ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. വണക്കയ്യ. അവിടെ നിൽക്ക്. തമ്പി ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. அப்படியா? ഞാൻ മിണ്ടൂല. டேய் படிக்க தெரிஞ்சவர் யாராவது இருந்தா கொஞ்சம் படிச்சு சொல்லி கொடுக்கடா. அன்புள்ள மாமாவுக்கு இந்த ஊர்ல நாம ஒன்னா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு. அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு 1 மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க.
நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார் உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. അച്ചു നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അതാണ് ഈ കത്ത്. നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം. കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ ഒരു മിനിറ്റ്. ഹലോ, അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാറിന് നിങ്ങളുടെ കൈ 50,000 വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ, സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ടു കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇല്ല ഇടപെടുത്തരുത്. അച്ചു, ദേ അവള്. അത് തന്നെ. അതിലല്ല, ഇത് എന്നു. നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേറെ കള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ടാ, ഇനി വൈകിക്കണ്ട, പണി തുടങ്ങിക്കോ. ഒന്നൂടെ ചവിട്ട്, ഇങ്ങോട്ട് മാറ്. എന്റെ കവചകുണ്ടലം പോയി, എന്റെ പോയി. കിട്ടിയാ? ഇട്ടോ? വാ, വാ, പോകാം. വാ, വേഗം വാ, പോവാം. വേഗം വാ. നോക്കിയേ, പണയപ്പണ്ട മുഴുവൻ അവളുടെ ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്, വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ, ഓടി വാ. വേഗം കേറിക്കോ. പീതാംബര, വണ്ടി എടുത്തോ. അവനൊരെണ്ണം കൊടുത്തേര്. വണ്ടി വെള്ളപ്പ അവന് കൊടുത്തു. ഒരു 10 മാസത്തിലേക്ക് അവിടെ ഒരെണ്ണം കൊടുത്തേ. മതി മതി മതി, യുദ്ധം കഴിഞ്ഞു. വാ 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 വാ, കുടിക്കേ കുടിക്കേ. ആ
ആശാനെ, നാട്ടുകാരെ പേടിച്ച് അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്നൊരു ന്യൂസ് കേട്ടല്ലോ. അച്ചു മുങ്ങിയാലേ ഞങ്ങളിവിടെ പണയം വെച്ച സ്വർണത്തിന് ആശാൻ സമാധാനം പറയേണ്ടി വരും. ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം. ഞാനാ അതിന്റെ കൺവീനർ. ഓഹോ, അതിനും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ? നല്ല കാര്യം. അച്ചു എങ്ങോട്ട് മുങ്ങിയൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയതാ. ഇന്നോ നാളെയോ അവർക്ക് എത്തും. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഞങ്ങളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടുള്ള കണക്കാ. 1,40,000 രൂപ തന്നാലേ അച്ചുവിന് ഞങ്ങളോടുള്ള ബാധ്യത തീരൂ. ആശാൻ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. വല്ലതും നടക്കുവോ? സ്വർണമെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയപ്പണ്ടങ്ങൾ എടുപ്പിക്കാം. അല്ലെങ്കിലും അച്ചു അങ്ങനെ നെരുവേട് കാണിക്കൂല, ഞങ്ങൾക്കറിയാം. നമ്മുടെ കാശും വച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന എന്റെ മുടിന്ന് വിടുവന്നെ തലയെത്തിയെന്ന് പറയാൻ വിളിച്ചതാ. സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത്. ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ. ഹായ്, ഒരു കുടുംബം തകരാൻ പോകുന്നു. മോള് ഏതാ? ഇവര് താലി കെട്ടിയ പൊണ്ടാട്ടി. പറഞ്ഞ പോലെ സംഭവിച്ചു. അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ. ഭാര്യ അകത്ത് പോയി തൂങ്ങി ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ പെരുമാറല്ലേ. അന്ത പൊണ്ണാണ് இந்த ஆளிന്റെ ஒரிஜினல் பொண்டாட்டி. என்ன சொல்றீங்க? உண்மையை சொல்றேங்க. എടാ ചന്ദ്ര, കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു രണ്ടാമത് കെട്ടിയാണല്ലേ ഈ പെണ്ണിനെ? താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ണാൻ വന്നതാ? പോടോടുന്നു. സ്വർണ്ണം നാളെ തരാന്ന് പറഞ്ഞില്ലേ? എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. പൊള്ളാച്ചെന്ന് കെട്ടിയതാണെന്നോ? തല്ലിക്കോ, തല്ലിക്കൊന്നു തന്നെ. അച്ചൂട്ടൻ കാണിച്ച ഏതായാലും മോശമായിപ്പോയി. അപ്പുവേട്ടൻ അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത്? ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന്. ആശാനെ, അടുത്ത പാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണാ. ധാരികനായിട്ട് ഇവനും കറക്റ്റാ. എക്സ്പ്രഷൻ കണ്ടില്ലേ? ഓ മോളെ, അവനെ വധിക്കണ്ട, വിട്ടേക്ക്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടന്റെ അമ്മ പോലെയാണ്. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. ആ ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു. സംശയം ഉണ്ടായി ചോദിച്ചോ. അതായത് ഈ പിടിയും വലി ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. உங்க புள்ள எம்ஜிஆர் படம் மாதிரி டபுள் ரோல்னு நான் நினைக்கவே இல்ல. டேய், ஒரிജിനൽ എങ്ങടാ? ഞാൻ എടുത്തില്ല. എൻ പുരുഷൻ എങ്ങടാ? പൊള്ളാച്ചിലുണ്ടാവും. മോള് വിഷമിക്കണ്ട. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും. ഏതായാലും നീ വലതുകാല വെച്ച് കയറിയുടെ കുടുംബത്തെ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും. എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും. കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. അപ്പൊണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ.
എന്നാ പിന്നെ മോള് വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ? നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്. എവിടെ ഓടുന്നു? എടാ വന്നേ. അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ. വാടാ. വാങ്ങപ്പാ. മോളെ ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂന് കൊടുക്ക്. இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான். ஒரிஜினல் கோல்டு உள்ள இருக்கு. ஒரு நிமிஷம். இது கோல்டு, இது கேஷ். അല്ല ഇതേ ഉള്ളൂ. இதா மாமா பிறந்த நாளைக்கு கிஃப்டா தந்த கேஷும் கோல்டும். இந்த கேஷ் பட்டு சேலை வாங்குறதுக்கு எனக்கு கொடுத்தாரு. பரவாயில்ல, எடுத்துக்கோ. உங்க ப்ராப்ளம்ல முடியட்டும். എടാ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അണ്ണന്റെ ഭാര്യ നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ? ഇല്ല. ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്നേ ഞാൻ പറയൂ. എന്തുപകാരം? കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിയെന്ന നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത്. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ. അവൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട്. നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്തപ്പേരെ ഈ അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കുണ്ട് കുറച്ച് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ. അതിന് തന്നെയാ പോകുന്നത്. എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയതിനെ പിന്നെ ഞാൻ വെറുതെ വിടണം? ചെല്ലുന്നുണ്ട്. ഞാൻ ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ. ശിവ, ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ. ഇനി തേൻമൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരെ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീയും അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ച് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ദേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിന് വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടുപോയെന്നാണ്. അല്ലാതെ നീ അവളെ താലി കെട്ടിയ കാര്യമൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമൊഴിയങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ. ചുളുങ്ങിയാ പിന്നെ തേച്ച് തരേണ്ടി വരും. തേച്ച് തന്നല്ലേ ഞാൻ തേപ്പിക്കും. காசு கொடுத்து ப்ராப்ளம் எல்லாம் சால்வ் பண்ணிட்டேன் சார். இந்த ஆளு நம்ம பொண்ணே பத்திரமா ஒரு லேடிஸ் ஹாஸ்டலில் தங்க வச்சிருக்கு. ஒரு போரல் போலும் வெளுக்காத சீக்கிரமா இவன் திருப்பி கொண்டு வரும்.
കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രിയോട് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയാ. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാ. പോട്ടെ, സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ കുറ്റം പറയരുത്. അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്നങ്ങ് വിചാരിച്ചാൽ മതി. എടാ കണാപ്പ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയാണ് നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ഉരിയില്ല തേൻമൊഴി, ഞാൻ താലി കെട്ടണ ഏൻ പൊണ്ടാട്ടി. എന്താണ് എന്നെ ഏമാത്ത പാക്കറായ മുട്ടാൾ. ஓய், என்னை பத்தி நீ என்னடா நினைச்ச? நான் ஒரு மண்டன் ஆபீசர் நினைச்சியா? இங்க பாரு, அந்த பொண்ணை பத்தி எல்லா விஷயத்தையும் தெரிஞ்சுக்கிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன். இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு, நானும் அவர்கிட்ட ஒரு சில விஷயத்த மறைச்சிட்டேன். அது என்னன்னு தெரியுமா? எனக்கு 5 வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு. இது எனக்கு செகண்ட் மேரேஜ். ஒரு சின்ன வீடு செட்டப், அவ்வளவுதான். உங்களுக்கு ஏதாவது பிரச்சனை இருக்கா? ഒരു പ്രശ്നവും ഇല്ല. കാര്യങ്ങളൊക്കെ ഒരുവിധ അണ്ടർസ്റ്റാൻഡിംഗ് ആയ നിലയ്ക്ക് ഇനി ഇവൻ ഉയരോട് ഇരിക്കുന്നത് നമുക്ക് പ്രോബ്ലം. ശിവ, இந்த പണത്തെ തിരുപ്പി വാങ്ങി പോട്ട് തള്ളടാ ഇവനെ. ശിവ, ഈശ്വര, സർവേ ജനാ സുഖിനോ ഭവതു. மாமா போங்க மாமா. இத்தனை நாள் எங்க போயிட்டீங்க? நான் நீங்க நினைச்சு உங்க தம்பி கூட ഓടി വന്നിട്ട്. എടാ, ഒരു കല്യാണം കഴിക്കുമ്പോ മിനിമം സ്വന്തം തന്തയെങ്കിലും അറിയിക്കണ്ടേ? അതെങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് പൊട്ടം കഴിവർ ഇവളെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ? എവിടെ കള്ളപ്പ നീന്നവനെ ഞാൻ കൊല്ലും. അവനിവിടെ ഇല്ല. ശിവകാശിയില് ബാലയുടെ നോട്ടീസ് അടുപ്പിക്കാൻ പോയിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ അമ്മൂനെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാ അച്ഛൻ അവന്റെ ഫോട്ടോ വെച്ചൊരു നോട്ടീസ് കൂടെ അടിച്ചോ, പാവന സ്മരണയ്ക്കെന്ന് പറഞ്ഞു. அவரு பாவம் மாமா, என்கிட்ட நிறைய வாட்டி மன்னிப்பு கேட்டுட்டாரு, விட்டுடுங்களேன். എടാ, ചെയ്ത തെറ്റിന് ഇവളോട് അവൻ ഒരുപാട് മാപ്പ് പറഞ്ഞു. ഇനിയും നീ അവനെ ദ്രോഹിക്കരുത്. ഓ, ദ്രോഹങ്ങൾ ചെയ്യുന്നത് ഞാൻ മാത്രം. അത് പണ്ടും അങ്ങനെയാണല്ലോ. പിന്നെ പോലീസുകാർ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടെ വന്നാ ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ പൊട്ടം മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? എന്താടാ, നീ ഇവിടെ വല്ല കുഴപ്പമോ കാണിച്ചിട്ടാണോ വന്നേ? അത് ഈ തമിഴ്നാട് പോലീസിന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരികയല്ല, അതുകൊണ്ടാ. തൽക്കാലം നീ പോയി കുളിച്ചു വല്ല കഴിക്ക്. மாமா, அங்க என்ன பிரச்சனை? അങ്ങേ എന്നെ പ്രശ്നം. നിന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ, അവനെ ഷൂട്ട് ചെയ്തു ചത്തോന്ന് അറിഞ്ഞൂടാ. தேங்க்ஸ் மாமா. அடுத்த வாட்டி அந்த இன்ஸ்பெக்டரையும் ஷூட் பண்ணிடுங்க. നീ താണ്ടി ഉണ്മயான പൊണ്ടാട്ടി.